പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയോടുകൂടി 5-ാം ദിവസം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. പരിശുദ്ധ മറിയത്തിൻ്റെ സ്തോത്രഗീതം. അവൾ പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇവിടെ നമുക്ക് കാണുന്നത് ദൈവം ചെറിയവരെ ഉയർത്തുന്നതാണെന്ന സത്യമാണ്. ലോകം പലപ്പോഴും ശക്തരെ, സമ്പന്നരെ, സ്ഥാനമുള്ളവരെ മാത്രമേ ആദരിക്കാറുള്ളൂ. പക്ഷേ ദൈവം വിനീതരെയും ബലഹീനരെയും തിരഞ്ഞെടുക്കുന്നു. മറിയം സ്വയം സമ്മതിക്കുന്നു, ദൈവം തൻ്റെ ദാസിയുടെ താഴ്മയെ നോക്കി. അതായത് വിനയത്തിലായിരുന്ന മറിയത്തെ ദൈവം ഉയർത്തി എല്ലാ കാലത്തും അനുഗ്രഹീതയായി പ്രഖ്യാപിച്ചു. ഈ സ്തോത്രഗീതത്തിൽ 2 വലിയ സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഒന്നാമത്തേത്, ദൈവം മഹത്വം അർഹിക്കുന്നവനാണ്. നമുക്കുള്ള ഓരോ അനുഗ്രഹവും നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. രണ്ടാമത്തേത്, ദൈവത്തിൻ്റെ നീതി. ദൈവം അഹങ്കാരികളെ താഴ്ത്തുന്നു, വിശപ്പുള്ളവരെ നിറയ്ക്കുന്നു, ദരിദ്രരെ ഉയർത്തുന്നു. അതായത് ദൈവത്തിൻ്റെ രാജ്യം നീതിയുടെയും കരുണയുടെയും രാജ്യമാണെന്ന് വ്യക്തമാക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മറിയത്തെപ്പോലെ വിനയത്തോടെയും നന്ദിയോടെയും ജീവിക്കാൻ നമ്മെ ദൈവം വിളിക്കുന്നു. പ്രശ്നങ്ങൾ, കഷ്ടങ്ങൾ, കുറഞ്ഞ അവസ്ഥകൾ ഉണ്ടായാലും എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയാൻ കഴിയുന്നവരാകാൻ നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ട് മറിയത്തിൻ്റെ സ്തോത്രഗീതം നമ്മുടെ പ്രാർത്ഥനയാകട്ടെ. നാം നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവൻ്റെ കരുണയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധ അമ്മയോടൊപ്പം പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതങ്ങൾ നമുക്കും ആലപിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.